പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗ്ഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ കൂടെ പോകാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് 5 കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. 5 നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ഈ പറയുന്നതിൽ ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ നിലനിർത്ത ചെറുപ്പക്കാരാ. ഈ പറയുന്നതിൽ ഒരെണ്ണമെങ്കിലും ഞാനോ നിങ്ങളോ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത 1ാമത്തെ കാര്യം എന്താ? ഫഅനി അലാ നഫ്സിക ബികസ്റതി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരൊക്കെ 5 വഖത്ത് നമസ്കരിക്കുന്നവരുണ്ടോ അവര് നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 വഖത്ത് ആര് നിസ്കരിക്കുന്നു, ആരാണോ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നത് അവര് നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിസ്കരിച്ചില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് പുതിയ തലമുറ കരുതുന്നില്ല, അതൊരു പാപമായിട്ട് കാണുന്നില്ല. നിസ്കരിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ, ഇപ്പൊ വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ? എന്തിനാ എന്നും പോണേ? എന്തിനാ 5 നേരം പള്ളി പോണേ? സമയം കിട്ടുമ്പോ അത് മഗ്രിബോ ഇശായോ വല്ലതും പോയി നിസ്കരിച്ചാ പോരെ? ഈ 5 വഖത്ത് പള്ളിയിലെ ഇമാമിനും മുഅദ്ദിനും കുറെ പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. നമ്മളൊക്കെ എന്തോടെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായം, പള്ളിയും പട്ടമായിട്ട് വേറെ പണിയില്ലേടാ. അത് വല്ലപ്പോഴും പോയാ മതി, അത് റമദാനി മാത്രം പോയാ മതി, അല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം കയറിയാ പോയി, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും തീരുമ്പോ പോയാ മതി. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അത് പാപമായിട്ട് ആരും കരുതുന്നില്ല. ഇന്നത്തെ യുവതലമുറ ചോദിക്കും, ഉസ്താദെ, എടാ ഇന്നും നിസ്കാരം നിസ്കാരം നിസ്കാരം, പള്ളിയിൽ പോയാലും ഇത് തന്നെ, ക്ലാസ്സിന് പോയാലും ഇത് തന്നെ, വഅദിന് പോയാലും നിസ്കാരം, പിന്നെ എന്നാ മോനെ പറയണ്ടേ? നിസ്കാരത്തെ കുറിച്ചല്ലാതെ പിന്നെ എന്തിനെ കുറിച്ചാ വഅദ് പറയണ്ടേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ചു. അവിടുത്തെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. ആ സമയത്ത് അവിടത്തേക്ക് ചെവി കൊണ്ടുപോയി വെച്ച് നോക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോകണമെന്നല്ല പറഞ്ഞേ, ഉംറയ്ക്ക് പോകണമെന്നല്ല പറഞ്ഞേ, സദക്ക കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞേ. ആ മരണത്തിന്റെ വേളയിലും മുത്തുനബി ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തെ കുറിച്ചാണ്. അതാ നിസ്കാരം. ആ മരണത്തിന്റെ വേളയിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത്, ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം മറന്നു പോകല്ലോ, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കല്ലോ. ആ മരണത്തിന്റെ വേളയിൽ പോലും ലോകത്തിന്റെ നേതാവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ, മോനെ നമസ്കാരത്തിന്റെ മഹത്വം അതാണ്, അതുമാത്രം മതി നിനക്ക് നമസ്കാരത്തെ കുറിച്ച് പഠിക്കാറ്. നിസ്കരിക്കാതെ വെറുതെ നടക്കുന്ന മുസ്ലിമേ, അത് പാപമല്ല എന്ന് കരുതുന്നവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ചാരത്ത് 2 സ്വഹാബികൾ കിടക്കുന്നുണ്ടോ? അതിലെ ഒരു സഹാബിയാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി പറഞ്ഞതെന്തെന്നറിയുമോ? ആ സ്വഹാബി പറഞ്ഞതെന്തെന്നറിയുമോ? കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് 1 വഖത്ത് നമസ്കാരം കളയാക്കിയാൽ പറയുകയാ, ആരാ ഉമർ? ലൗകാന ബഅദി നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം അല്ലാഹു ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ, പ്രവാചകനില്ല എടുക്കുമായിരുന്നെങ്കിൽ അതിനുള്ള യോഗ്യത ഉമറിനുണ്ടെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ സ്വഹാബി പറയുകയാ, കാരണമില്ലാതെ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ 1 വഖത്ത് നിസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കണക്കെടുത്ത എത്ര താടിയുള്ള കാക്കാമാര് കാണും? ആ കണക്കെടുത്ത് നോക്കിയ തൊപ്പിയും തലപ്പയിട്ടുണ്ടിരിക്കണ എത്ര പേരുണ്ടാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വക്കത്ത് കാരണമില്ലാതെ മുടക്കിയ എന്താ കാരണം? താത്തമാര് വിചാരിച്ചിരിക്കുന്നത് ലൊഹർ അസർ വരെ എത്തിക്കുന്ന എന്തുകൊണ്ടാ? മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് കരിപറ്റിക്കഴിഞ്ഞ, ശരീരം വിയർത്ത് കഴിഞ്ഞ, അടുക്കളയിൽ ജോലി ചെയ്ത, മിറ്റം തൂത്ത, പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല. ഏത് കിതാബിലെ ആമിനാത്ത നീ ഏത് പഠിച്ച്? മദ്രസയെ പഠിച്ചോ? നിസ്കാരം തടയുന്ന കാര്യമാണോ മീൻ വെട്ടല്? മീൻ വെട്ടിക്കൊണ്ട് നിന്ന ബാങ്ക് വിളിച്ച കയ്യും കാലും കഴുകി ഒതുവെടുത്തിട്ട് നിസ്കരിക്കണം. കുളിക്കടോ നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീയൊക്കെ അസർ വരെ നീട്ടാ. അല്ലാഹുവെ പഠിച്ചവരെ, നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാര് എന്താണ് നിസ്കരിക്കുക? അതെന്തെങ്കിലും കാരണം നമ്മൾ പറയാ. കാരണം എന്ന് പറഞ്ഞ എന്തെന്നറിയോ? വീട്ടിന്റെ അകത്ത് കിടക്കുന്നുണ്ട് വാപ്പ ഉമ്മ, ക്യാൻസർ പിടിച്ച് ട്യൂമർ പിടിച്ച് ശരീരം തളർന്ന് കിടക്കുന്നവർ. അള്ളാഹു ശിവ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മോനെ, നിന്റെ കാര്യം പോകട്ടെ, നിന്റെ വീട്ടിൽ കിടക്കണ രോഗം പിടിച്ച് കിടക്കണ ഈ വാപ്പായ്ക്കും ഉമ്മായ്ക്കും നിസ്കാരം നിർബന്ധമുണ്ടോ? അവിടെ നോക്കിയാൽ മതി. രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ മാതാപിതാക്കൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ. എന്താ നിന്റെ ദീൻ പഠിപ്പിച്ചത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖഹിന്റെ പണ്ഡിതന്മാര് പറയുന്നു, കിടന്നിട്ടൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈകാലുകൾ അനക്കണം. അതിന് പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിക്കണം, അങ്ങനെയെങ്കിലും നിസ്കരിക്കണമെന്നാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ പിന്നെ നിനക്കെന്താ കാരണം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമസ്കാരം ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ എത്രയോ വഖത്തുകളാണ്, എത്രയോ ഫർളുകളാണ് പടച്ചവനെ ഞാനും നിങ്ങളും ഉപേക്ഷിക്കുന്നത്. പടച്ചവനെ, ഒരു മടിയുമില്ല. എടാ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അത് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയി. അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞു. അവസാനം കഅബയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബിയിക. ഉമർ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ചവനേ, മരിക്കുമ്പോ ഷഹീദിനെ പോലെ മരിക്കണം തമ്പുരാന്. പടച്ചവനെ, ഷഹീദിനെ പോലെ മരിക്കണം തമ്പുരാന്. എവിടെ കിടന്ന്? വമൗതതൻ ഫീ ബലദി നബിയിക, മുത്തി നബിയുടെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാന്. പടച്ചവനെ, നടക്കാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? പടച്ചവനെ, അതാ യുദ്ധത്തിൽ പോരാടി മരിക്കുന്നവരെ പോലെ ഷഹീദാകണം. എവിടെ കിടന്നു? മദീനത്ത് കിടന്നിട്ട് ഈ സ്വഹാബികളുടെ ദുആ കേട്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഉമർ തങ്ങൾ ദാ മദീനയിലേക്ക് കടന്നു വന്നു. അവസാനം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാഅയ്ക്ക് പോയി. അവസാനം അവിടെ നിന്ന് ഖുതുബ പ്രഭാഷണം നടത്തുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഹുസീകും ബിതഖ്വല്ലാഹ്. അവിടെ നിന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ പോവുകയാണ്, എനിക്ക് പോകാൻ സമയമായി, എന്റെ മരണം അടുത്തിരിക്കുകയാണ്, ഞാൻ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ഉമർ തങ്ങൾ വെള്ളിയാഴ്ച യാത്ര പറഞ്ഞു. അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. പടച്ചവനെ, പിറ്റേ ദിവസം ശനിയാഴ്ച അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നു. സഹാബത്ത് മുഴുവനും പള്ളിയിൽ വന്നു. നമസ്കരിക്കാൻ ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ പള്ളിയിൽ ഒന്നാമത്തെ സഫിലേക്ക് കയറി നിന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ നിന്ന് കൈകെട്ടിയ ഫാത്തിഹ ഓതി. എന്നിട്ട് ഓതിയ സൂറത്ത് ഏതെന്നറിയുമോ? സൂറത്തു യൂസുഫ് ഓതിയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. പള്ളിക്കകത്ത് സുബഹി നമസ്കാരം നടക്കുകയാണ്. സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. സൂറത്ത് യൂസുഫ് ഓതിയിട്ട് ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നു. നൂറുകണക്കിന് സഹാബത്ത് പുറകിൽ നിൽക്കുന്നു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അബൂ ലുഅ്ലു എന്ന് പറയുന്ന ഒരു ഭ്രാന്തനുണ്ടല്ലോ, അല്ലാഹുവേ, അതാ ഒരു വിസങ്കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു വന്നു. പള്ളിയിലെ ഇമാമിന്റെ
അടുക്കലേക്ക് കടന്നു വന്നു. പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് നിന്ന് നിസ്കരിക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് വിഷം കടർത്തിയ കടാരയവിടന്ന് കുത്തിയെന്നിറക്കുകയാണ്. ഉമർ തങ്ങളെ ഊരി കുത്തുകയാണ്. ഉമർ തങ്ങളെ പിടയുകയാ. ഇവൻ ഇറങ്ങി പോകുമ്പോ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 6 or 7 സഹാബത്ത് അവരെയും കുത്തി മലർത്തിയിട്ട് ജീവനും കൊണ്ടോടുകയാ. സഹാബികൾ പിടഞ്ഞു വീണു. ഉമർ തങ്ങളെ മരണപ്രാളത്തിലേക്ക് പിടയുകയാ. ആ പള്ളിക്കകത്ത് നിൽക്കുന്ന 100 കണക്കിന് സഹാബത്ത് ഒരാള് പോലും അനങ്ങിയില്ല. ഒരാളും ഇറങ്ങി ഓടിയില്ല. ഒരാളും കെട്ടിയ കൈയടിച്ചില്ല. ഒരാളും നിലവിളിച്ചില്ല. അതേ നിൽപ്പ്. ആ നിന്നതുപോലെ ഒരൊറ്റ സ്വഹാബിയും ചലിച്ചില്ല. കാരണം അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ. അവര് കൈകെട്ടികെട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? നമ്മളെ പോലെ വെറുതെ പറഞ്ഞതല്ല. ആ പറഞ്ഞതാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി. ആ പറഞ്ഞത് ഹൃദയം ഉണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, എന്റെ ചലനവും എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാണല്ലാ. ഒരാള് പോലും അനങ്ങിയില്ല. ഒരാള് പോലും അനങ്ങിയില്ല. പള്ളിയിലെ ഇമാമ കണ്ണിന്റെ മുന്നിൽ കിടന്ന് മരണത്തിന്റെ വെപ്രാളത്തിലാണ്. സ്വഹാബികളെ രക്തത്തിൽ കുളിച്ച് താഴെ കിടക്കുകയാ. ഉമർ തങ്ങൾ ഇമാമല്ലോ. പടച്ചവനെ, ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുവോ? അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക സഹാബ. ആ നിൽപ്പിൽ നിന്നിട്ട് ഉമർ തങ്ങൾ അവിടെ സൂചന കൊടുത്തു. തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് കേറി നിന്നു. ഇമാം നിന്ന സ്ഥലത്ത് കേറി നിന്നു. അവിടെ നിന്ന് നമസ്കാരം തുടരുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടിലോ മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്നതാരാ? ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പള്ളിയിൽ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഇമാമ്. ഉമർ തങ്ങൾ ഇമാമത്ത്. സഹാബത്ത് മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ കത്തിയുമായിട്ട് പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിൽ കയറ്റി. എന്നിട്ട് ഇറങ്ങി പോകുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 സഹാബത്തിനെ കുത്തി മലർത്തിയിട്ട് ഇറങ്ങിപ്പോയി. ഇവരെല്ലാരും കണ്ണിന്റെ മുന്നിൽ കിടന്നിട്ട് മരണവെപ്രാളത്തിൽ പിടയുമ്പോ ഈ കെട്ടിയ കൈ ഒരാളും അഴിച്ചില്ല. ഒരാളും ഓടിയില്ല. അതിനാ നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിസ്കരിക്കുമ്പോ ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം. എന്റെ കാര്യം അങ്ങനെ. ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ചെവിയുടെ അടുത്തുകൂടെ ഒരു കൊതുവ് മൂളിയിട്ട് പോയാ നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളാണെങ്കിലും ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ മതി, എന്താ ഓടുന്ന ഓട്ടം. അല്ലാഹു ആലം. പടച്ചവനെ, ഉമർ തങ്ങൾ അങ്ങട്ട് നിസ്കാരത്തിൽ നിന്നിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരു സഹാബി അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരോന്ന് പറഞ്ഞ വഖത്ത് മതി സ്വർഗ്ഗത്തിൽ ആയിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ മുത്തിനെ കാണിച്ചു കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുർക്കിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തിട്ടോ ഏറ്റവും കൂടുതൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. പവർ കൂടിയ ഒരു സുർക്കയുടെ പാത്രത്തിന്റെ അകത്ത് വെച്ച് അടച്ചു വെച്ചു. ആ കുഞ്ഞിന്റെ മയ്യത്ത് അതിനകത്ത് കിടന്ന് അഴുകുകയാ. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിലേക്ക് അഴുകിയെന്ന് ചേരുക. എന്റെ പ്രിയമുള്ളവരെ, മാസങ്ങളോളം ഇട്ടുവെച്ചു. കുഞ്ഞിന്റെ എല്ലുകൾ പോലും ദ്രവിച്ചു പോയി. എല്ലാം അതിലേക്ക് അലിഞ്ഞു ചേർന്നു. തന്റെ കുഞ്ഞിന്റെ മയ്യത്തിന്റെ അടയാളം പോലും കാണാറില്ല. എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു കഴിഞ്ഞപ്പോ വരുമ്പോ കുളിപ്പിച്ച് ചോറും കൊടുത്ത് അടുത്ത
ബസ്സിൽ കയറ്റിവിട്ടാ പിന്നെ നിന്റെ മക്കളുടെ ഹൃദയം കല്ലാവോ കരിങ്കല്ലാകുവോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കേവലം സഹോദര നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കാരം ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കും. 10,000 15,000 ഈ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഉസ്താദിന്റെ വീടിന്റെ അകത്ത് സർവ്വ ചെലവുകൾ പിന്നെയും ബാക്കിയാ ബാങ്കിൽ കൊണ്ടിടുക. അള്ളാഹു ബർക്കത്ത് അള്ളാഹു ബർക്കത്ത് മാറാം. ആകെ കിട്ടുന്ന എത്ര? 10,000. ഇതിനകത്ത് കറണ്ട് ബില്ലടയ്ക്കും, ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കും, കറങ്ങാൻ പോകും, ട്യൂഷൻ സാറിന് കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് നോക്കുമ്പോ പേജിനകത്ത് ഒരു 3,000 രൂപ അമിന നാടി കൊണ്ട് ബാങ്കിൽ ഇട്ടേരെ, 2,000 രൂപ കൊണ്ട് ഡിപ്പോസിറ്റ്. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അവിടെയാ ചിന്തിക്ക്. നിന്റെ വീട്ടിൽ 5,000 15,000 25,000 30,000 അള്ളാഹിക്കുണ്ട്. അള്ള കോടീശ്വരനല്ലേ. അള്ള വിചാരിച്ച മണൽത്തരിയെ പോലെ അള്ള സ്വർണ്ണമാക്കി എടുക്കും. നമുക്കെന്തിനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. അള്ളാഹുവേ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആരെല്ലാം ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, മരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അതേ ശബ്ദത്തിൽ തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മുഴുവനും കേൾക്ക ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. ഇനി പറ ഒരു ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ. അപ്പൊ പറയാൻ അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ചെല്ലണം എല്ലാരും. വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുക്കണം. 114 സൂറത്തുകൾ. ആ 114 സൂറത്തിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുക്കണം. എന്നിട്ട് ഈ പറയുന്ന ആയത്തിന്റെ അർത്ഥം നോക്കണം. അല്ലാഹു പറയുകയാ, കേട്ടോ ചെറുപ്പക്കാരാ, അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉമ്മമാരും കേട്ടോ, ഓരോ വാപ്പമാരും കേട്ടോ. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താൽ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക, അല്ലാഹു മരിക്കുന്ന കാലം വരെ ആ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം അല്ലാഹു തരും ഭക്ഷണം. നീ കടന്ന് കഷ്ടപ്പെടണ്ട, നീ കടന്ന് തലകുത്തി മറിയണ്ട. അല്ലാഹു പറയുകയാ, ലാ നസ്അലുക, നീ എല്ലാ റിസ്ഖ് ഉണ്ടാക്കുന്നവൻ ഞാൻ തരും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തുകൂടെ ഇൻഷാ അല്ലാഹ്? ഉറക്കപ്പറ ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യണമെന്നറിയോ? ഈ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി എന്നുള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ഉറക്കപ്പറ എന്ത് ചെയ്യണം? നിസ്കരിക്കാറുണ്ടോ ഇല്ലേ നാലിച്ചു. നിസ്കരിക്കാറുണ്ടോ ഇല്ലേ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. പക്ഷെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? കാക്ക മക്കള് 3-4 എണ്ണം ഉണ്ടല്ലോ വീട്ടിൽ, നിസ്കരിക്കാറുണ്ടോ? അവർക്കൊക്കെ എന്താ ഇല്ല? അവർക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലേ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിന്റെ ദീൻ എന്തേ പഠിപ്പിച്ചത്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ എന്ത് ചെയ്യണോടാ മക്കളെ? പറയടാ മക്കളെ, എന്ത് ചെയ്യണം? നമസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക് കാണട്ടെ. പാറപ്പുറത്തിരിക്കണ താത്താമാരെന്ന് പൊക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ഉമ്മ ഉരുണ്ട് താഴെ വീഴാതെ നേരെ പിടിച്ചിരുന്നു. നിനക്ക് ബർക്കത്ത് വേണം അല്ലേ? അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് കിട്ടട്ടെ എന്ന് മുത്തുനബി പോലും ദുആ ചെയ്തു. ഏത് വാപ്പയ്ക്കാന്നറിയാവോ? നമ്മുടെ വീട്ടിൽ പണ്ട് ഒരു വീടെ, ഒരു ചെറിയ ഒരു ഹാളും ഒരു അടുക്കളയും, അതിനകത്ത് 10 എണ്ണം കിടന്നെ. കഞ്ഞിയും വെള്ളമാണെങ്കിലും സുഖമായിട്ട് ജീവിച്ചിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വാപ്പ, ഇന്ന് ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, രാവും പകലും കിടന്നിട്ട് ഓടുക കെട്ടിക്കാൻ.
പണ്ട് നിന്റെ വാപ്പ 5 പെമ്മക്കൾ ഉണ്ടായിരുന്നു. ഏത് പള്ളിയുടെ മുന്നിൽ പിരിവിന് പോയിട്ടാ നിന്റെ വാപ്പ നിന്നെ കെട്ടിച്ച്? ഒരു 10-20 കൊല്ലം മുമ്പ് ഏതെങ്കിലും വാപ്പ പള്ളി പിരിവിന് പോയിട്ടുണ്ടോ? ഇല്ല. തെണ്ടാൻ പോയിട്ടുണ്ടോ? ഇല്ല. നല്ലതുപോലെ മക്കളെയൊക്കെ കെട്ടിച്ചു. എങ്ങനെ? വീട്ടിൽ മരം ഉണ്ടായിട്ടാ? ചിന്തിക്കു വാപ്പമാരെ, പണ്ടുള്ളവർക്ക് എന്തുകൊണ്ട് അള്ളാഹു ബർക്കത്ത് കൊടുത്തു? അള്ളാഹു ഒന്ന് കൈവക്കിക്കേ. ആ തന്നെ പണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ആരെങ്കിലും 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ അവൻ 5 പ്രതിഫലം കൊടുക്കും. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ ജീവിക്കാം. പള്ളിയിലെ ഒന്നാമത്തെ സഫി നിൽക്കണ ആരാ? ഇമാമ്. തൊട്ടുപുറകെ നിൽക്കണ ആരാ? മുഅദ്ദിൻ സാഹിബ്. അതുകൊണ്ടാ മക്കളെ, ഒരു ഉസ്താദിന്റെ വീട്ടിലും പട്ടിണിയില്ലാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു 5 പ്രതിഫലം കൊടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? 10:45. അതുകൊണ്ടാ നിർത്താറായോ? ഇല്ല. അപ്പൊ 5 കേൾക്കല്ലേ? കേൾക്കാൻ താല്പര്യമുള്ളവര് കൈവക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണില്ല. ചോദിക്കും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഈ ഉഷാറ് കാണിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറഞ്ഞു തരികയാണ്, ആരാണോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ, ഏത് വീട്ടുകാരാണോ നമസ്കരിക്കുന്നത്, ഏത് വീടിന്റെ അകത്താണോ നമസ്കാരം നടക്കുന്നത്, ആ വീട്ടുകാർക്ക് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ഹൃദയത്തിന്റെ അകത്തൊരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു മോഹമേ ഉള്ളൂ. അത് ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല. പടച്ചവനെ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? അല്ലാ, ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ ഒരു നല്ല മരണം തരണേ അല്ലാ. ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്, എല്ലാവരുടെ ആഗ്രഹം അതാണ്. മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എങ്കിൽ എന്റെ പ്രിയമുള്ള വാപ്പാ, നിനക്ക് നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണോ? കാണാമെന്നവർ മുഴുവനും മരിച്ചാ നീ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയണോ? ആർക്കാ നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. പെങ്ങള്, നിനക്കൊരു നല്ല മരണം വേണോ ഉമ്മാ? നീ എപ്പോഴും പറയാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ വാപ്പ മരിച്ചത് റമദാൻ 27-നാ. പറഞ്ഞ് നിനക്കൊന്നും കിട്ടില്ല വാപ്പാ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച, നിനക്കൊന്നും കിട്ടില്ല വാപ്പാ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച, നിനക്കൊന്നും കിട്ടില്ല പെങ്ങള്. അവർക്കാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാ. വൽആഖിബത്തു ലിത്തഖ്വാ. ആരെങ്കിലും 5 വഖത്ത് നമസ്കരിച്ചാ അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിനക്ക് ഇതിനെക്കാലം എന്തേ വേണ്ടത്? ഇതിനെക്കാലം നിനക്ക് എന്തേ വേണ്ടത്? നമസ്കരിക്കുന്നവന് പടച്ചവൻ നല്ല മരണമാണ് നൽകുന്നത്. 3-ാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? 3-ാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന 2-ാമത്തെ പ്രതിഫലം നല്ല മരണമാണ് മോനെ. എന്റെ ചെറുപ്പക്കാരോട്, മോനെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം മുടക്കിയിട്ട്
സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ആ സഹാബിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി ജീവിച്ച ചെറുപ്പക്കാരനാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കള് പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് തൂക്കിക്കൊല്ലാൻ പിടിച്ചുകൊണ്ട് വന്നു. അവിടുന്ന് കൊല്ലാൻ സമയമായപ്പോ താഴെ നിൽക്കുന്ന ശത്രുക്കള് ഹുബൈബിന്റെ കൂട്ടുകാരാ, ഹുബൈബിന്റെ കൂടെ കളിച്ച് ചലിച്ച് നടന്നവരാ. അവര് പറയുന്നു, ഹുബൈബ് എന്തിനാ ചെറിയ പ്രായത്തിലേ ചാകുന്നത്? എടാ നീ വിവാഹം പോലും കഴിച്ചിട്ടില്ല, എന്തിനാ ഇപ്പോഴേ ചാകുന്നത്? പുതിയ മതങ്ങൾ എന്നിട്ട് വാടാ ഹുബൈബ്, നിനക്ക് സമ്പത്ത് തരോ, നിനക്ക് അധികാരം തരോ, നിനക്ക് പെണ്ണുങ്ങളെ തരോ, അടിച്ചു പൊളിച്ച് ജീവിക്കാമടാ ഹുബൈബ്, ഇസ്ലാം മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. കൂട്ടുകാര് പറഞ്ഞു, ഹുബൈബ് നീ മതമൊന്നും മാറണ്ട, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറ, മുഹമ്മദ് നബിയെ എന്തെങ്കിലും മോശമായിട്ട് പറ, നിന്നെ ഞങ്ങളെ ജീവനോടെ തിരിച്ചു വിടാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവിടുന്ന് കൊല്ലാ സമയമായപ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബ് മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ? നിന്റെ അവസാന മോഹമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളോട് പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹമെന്നറിയോ? എനിക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കാൻ ഒരു അവസരം തരുമോ? ശത്രുക്കൾ അവിടെ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെ ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു. സുജൂദിൽ കിടന്നു കരയുന്നു, നാദാ എപ്പോ നമസ്കരിച്ചാലും വലിയ സൂറത്തുകളാണ് ഞാൻ ഓതാറ്, ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടില്ല അല്ലാ. പിന്നെ എളുപ്പത്തിൽ നമസ്കരിച്ചതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്നെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയില്ല തമ്പുരാന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് പടച്ചവനോട് അപരാധി പറയുകയാ. അവിടുന്ന് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഹുബൈബ് തങ്ങളെ ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു നിർത്തി. എന്നിട്ട് തന്റെ കഴുത്തില് കയറിട്ട് മുറുക്കുമ്പോ ഹുബൈബ് തങ്ങളെ കിടന്ന് പിടയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിൽക്കുന്ന ശത്രുക്കൾ ചിരിക്കുകയാണ്, അവര് ഹുബൈബിനെ കളിയാക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ചോദിച്ചു, ഹുബൈബേ എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അതാ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ നിൽക്കുന്നത് നോക്കു ഹുബൈബേ. നിന്നെ സ്വീകരിക്കാനാ, നിന്നെ കൊണ്ടുപോകാനാ. കരയല്ലേ ഹുബൈബ്, കരയല്ലേ ഹുബൈബ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ, അവരെ സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് പറയുന്നു, പറയടാ ഹുബൈബ്, ഈ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
പറയടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ അവിടുന്ന് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ ഇടിത്തീ വീണതുപോലെ ശത്രുക്കളുടെ ചെവിയിലേക്ക് പടച്ചവനെ കണ്ണു തള്ളിയടാ ചെറുപ്പക്കാരാ. തൂക്കുകയറിൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ഹുബൈബ് തങ്ങൾ ചിരിക്കുകയായിരുന്നു. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടപ്പോ അവർക്ക് പോലും അത്ഭുതപ്പെട്ടു പോയി സഹോദരാ. അതുകൊണ്ട് നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. ആ മനുഷ്യന്റെ ചെവിയുടെ ഭാഗത്ത് ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ 5 നേരം വേച്ച് പള്ളിയിൽ വന്ന് നമസ്കരിച്ച വാപ്പാ, നിനക്കാള് വേണ്ട, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട. പടച്ചറപ്പേ, പ്രായപൂർത്തിയായ പെൺമക്കള് തന്റെ മക്കളുടെ ഭാര്യമാര് ആരോഗ്യത്തോടുകൂടി വീടിന്റെ അകത്തിരുന്ന് കളിച്ചപ്പോ നിസ്കാരപ്പായിരിരുന്ന് നിസ്കരിച്ച ഉമ്മ, നീ സാധാരണ ഒരു പെണ്ണല്ല. നിനക്കല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിനക്കല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ വാപ്പയോ, നിന്റെ ഉമ്മയോ, നിന്റെ മക്കളോ, നിന്റെ ഭർത്താവോ, നിന്റെ കൂടെ പിറപ്പോ, നിന്റെ കുടുംബക്കാരോ, നിന്റെ കൂട്ടുകാരോ ഒരാളും വേണ്ട സഹോദരാ. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുവോ? പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുവോ? നിന്റെ കാലിന്റെ വിരലിൽ നിന്ന് റൂഹ് പിടിച്ച് എല്ലാവരും കൂടെ ആ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമല്ലോ. അവസാനം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ മലക്ക് പറഞ്ഞു തരികയാ, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും. അപ്പാ, നിനക്ക് അസ്റായിലിനെ കാണണോ? നിനക്ക് അസ്റായിലിനെ കാണണോ? നാളെ സുബഹിക്ക് ഈ പള്ളിയിൽ വരുമ്പോ, നാളെ സുബഹി നമസ്കരിക്കാൻ ഈ പള്ളിയിൽ വരുമ്പോ ഒന്നുപെടുത്തിട്ട് പള്ളിക്കകത്ത് കേറുമ്പോ കണ്ണ് തുറന്നു നോക്കുവാപ്പാ, കണ്ണ് തുറന്നു നോക്കടാ ചെറുപ്പക്കാരാ. ഈ പള്ളിയുടെ വാതിലില് നിസ്കരിക്കാൻ വരുന്നവന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ മലക്കുൽ മൗത്ത് പറയുകയാ, ഇത് നിലനിർത്തിയാ, ഇത് നിലനിർത്തിയാ മരിക്കുമ്പോ എന്നെ ഇതുപോലെ കാണാ. ഓരോ ദിവസവും നമസ്കരിക്കാ പള്ളിയിൽ കേറിയപ്പോ നിന്റെ കയ്യിൽ പിടിച്ച പറഞ്ഞ മലക്കുണ്ടല്ലോ, നീ മരിക്കുന്ന സമയത്ത് ആ മലക്കു പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെണ്ണേ, ഇത് പറഞ്ഞ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞ നിനക്ക് സ്വർഗമാ. നിനക്കും മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അസ്റായിലിനെ കാണണമെങ്കിൽ നാളെ സുബഹിക്ക് പള്ളിയിൽ പോ. നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി ഒതുവെടുത്തിട്ട് ആ പള്ളിയുടെ കവാടത്തിൽ കാലെടുത്ത് വെക്കുമ്പോ വലതുഭാഗത്ത് നോക്കണം, അവിടെ നിൽക്കുന്നുണ്ട് നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക്. കെട്ടി അങ്ങോട്ട് പിടിക്കും, സിറാജ് നിലനിർത്തിയ എന്നെ ഇതുപോലെ കാണാം, നിലനിർത്തിയ എന്നെ ഇതുപോലെ കാണാം. 5 വഖത്ത് പള്ളി നിസ്കരിക്കാൻ പോകുമ്പോഴും ആ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നിസ്കരിക്കാൻ പോകുന്നവനോട് അസ്റായിൽ പറയുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാണാൻ പറ്റാത്തത് ആരുടെ കുഴപ്പം?
കാണാൻ പറ്റാത്തത് ആരോടൊപ്പം? നമ്മുടെ കുഴപ്പം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമസ്കരിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. 2, അള്ളാഹ് നല്ല മരണം തരും. 3, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തന്നെ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4, മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാം, മയ്യത്തടിക്കാൻ പറ്റില്ല, കാവല് നിൽക്കാം, ശത്രുക്കൾ കാവല് നിൽക്കാം, അവിടെ കിടന്ന് പുഴുത്തളിയട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മണിക്കൂറുകൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വിഷമമായി. മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാ പോയിട്ട് ആ മയ്യത്തൊന്ന് എടുക്കാം? ആരാ പോയിട്ട് ആ മയ്യത്തൊന്ന് കബറടക്കാം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് ഞാൻ കബറടക്കാൻ നബിയെ. ഒരു സ്വഹാബി അവിടെ അനുവാദം ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. ആ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കടന്നു പോകുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചങ്ങാതി ബക്കറ്റ് എടുത്തു. പെട്ടെന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. പെട്ടെന്ന് എല്ലാവരും പോക്കറ്റ് കൈയിറോ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിട്ടെ. ആ പൊക്കിയ കൈ പോക്കറ്റിലിട്. എന്നിട്ടൊരു നല്ല സദക്ക എടുക്ക്. ആരും ഓസിന് കൊടുക്കണ്ടട്ടാ, ആരും ഓസിന് കൊടുക്കണ്ട. അസ്സദക്ക തുറത്തുൽ ബല, അസ്സദക്ക തുറത്തുൽ ബല. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറയുകയാ, വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോക്കോളാൻ, വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ 1001 രൂപ പള്ളിക്ക് കൊടുക്ക. എടാ, ക്യാൻസർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞ് തീർന്നു, വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോ 1000 രൂപ സദക്ക കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കുന്നതല്ലേ വാപ്പ. 2 കിഡ്നിക്കും തകർന്നു പോയി, മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 10 രൂപ അള്ളാടെ പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്ക്. നിനക്ക് അങ്ങനെ ഒരു ഗതി വരൂല. സദക്ക തുറത്തുൽ ബല. അള്ളാഹുവെ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിപത്തുകളെ തട്ടിമാറ്റും. മനസ്സറിഞ്ഞിട്ട് സ്വതക്ക കൊടുക്ക്. അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് സ്വതക്ക കൊടുക്കുന്നു അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്ത തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മയ്യത്ത് കബറടക്കാൻ, ആ സ്വഹാബിയുടെ മയ്യത്ത് കബറടക്കാൻ അതാ അവിടുന്നൊരു സ്വഹാബി ഇങ്ങനെ ചെല്ലുമ്പോൾ ശത്രുക്കൾ മുഴുവനും കാവല് നിൽക്കുകയാണ്. എല്ലാവരും ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പെണ്ണ് വിളിച്ചു പറയുകയാ, ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ എവിടെ നിന്ന് ചോദിക്കുന്ന പെണ്ണ്, ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ിന്റെ തലയുണ്ടല്ലോ, അത് വെട്ടിപ്പൊളിച്ചിട്ടു അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്, ഞാൻ നേർച്ച ചെയ്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ആരാ എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്? വെട്ടിത്തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. എന്റെ കൂടെ കിടക്കാനുള്ള ഭാഗ്യമാണ്, എന്റെ ശരീരമാണ്. ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. ഒരു പെണ്ണെവിടെന്ന് പറയുമ്പോ ചെറുപ്പക്കാര് ഓടുകയാ. തലമുറിക്കാർ വാളെടുത്തുകൊണ്ട് ഓടുമ്പോ ഈ സഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. മരത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജീവൻ
ജീവനും കൊണ്ടോടുകയാ. ഉബൈബ് തങ്ങളുടെ തലവെട്ടാൻ പോയവന്മാര് മുഴുവനും പരക്കം പായുന്ന രംഗമാണ് കാണുന്നത്. എല്ലാവരും ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടന്നതെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. സഹാബി അവസാനം മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ഉബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. സഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കിയ സഹാബാ, ആരാ കബറടക്കിയത്? എടാ, ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ മയ്യത്ത് കബറടക്കിയത് ആരാടാ? ചെറുപ്പക്കാരാ, മോനെ, പ്രതിഫലം വേണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ താങ്ങിയെടുത്തിട്ടു വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ടു ചൂടുവെള്ളത്തിൽ നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, അവിടെ നിന്ന് ഉളുവെടുപ്പിക്കുമല്ലോ. എന്നിട്ട് കൊച്ചുകുട്ടികളെ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്നെ കൊണ്ട് മലർത്തി കിടത്തുമല്ലോ ചെറുപ്പക്കാരാ. എന്നിട്ട് റബ്ബേ, കുറച്ചു പഞ്ഞികളെടുത്തിട്ടു സുഗന്ധം തേച്ചിട്ടു നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി കിടത്തി വെച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ 3 കഷ്ടം തുണിയിൽ നിന്നെ വരിഞ്ഞു കെട്ടികെട്ടു. ഈ പള്ളിയിൽ നിന്നുകൊണ്ട് വീടിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിന്റെ അകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമല്ലോ. നമസ്കരിച്ച ചെറുപ്പക്കാരാ, നമസ്കരിച്ച വാപ്പാ, ഈ പള്ളി തികയൂല. മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി തികയൂല. ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയും പരിസരവും മുഴുവനും നിറയുകയാ. ഈ പള്ളിയും പരിസരം മുഴുവനും കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലോ നമസ്കരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ ആള് നിറയുകയാ. ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, കേന്ദ്രമന്ത്രിമാരല്ല, പടച്ചവനെ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, MLA അല്ല. പിന്നെ ആര് വരുമെന്നറിയുവോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. അവര് വരുമടാ ചെറുപ്പക്കാരാ. നമസ്കരിച്ച വാപ്പാ, നിന്റെ മയ്യത്ത് കബറടക്കോ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ അതിനല്ലേ മോനെ മരണമെന്ന് പറയുന്നത്? അതിനാടാ
മരണമെന്ന് പറയുന്നത് വമിനന്നാസി മയ്യസിരി നഫ്സഹു ബതിഗാ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ അങ്ങനെ മരിക്കണേ ഉമ്മ, മരിച്ചാൽ അങ്ങനെ മരിക്കണം. ഈ പള്ളിയില് കാലുകുത്താ സ്ഥലമില്ല. 5 വഖത്ത് നിസ്കരിച്ച വാപ്പാടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മലക്കുകൾ ഖബറടക്കി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ 4ാമത്തെ പ്രതിഫലമാണ്. 5ാമത്തെ പ്രതിഫലമെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൂടെ നടക്കാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.